ഇസ്ലാം ഒരിക്കലും ബലം ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ചലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. 70 കൊല്ലത്തിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഖബറിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. ഹസറാഷ് എന്ന് പറയുന്ന ഒരു ജാതിക്കാരാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ നോൺ മുസ്ലിംസ് ആയിരുന്നു. ഇന്നും അഫ്ഗാനിസ്ഥാനിൽ പോയി ചോദിച്ചാൽ ഹസറാഷ് പറയും, ഇസ്ലാം വാളുകൊണ്ട് ഖബറിസ്ഥാനെ മുഴുവനും കൺവേർട്ട് ചെയ്ത് ഇന്നതിനെ നൂറിസ്ഥാൻ എന്ന് പേരിട്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ നൂറ്റാണ്ടിൽ 76 യുദ്ധങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എവിടെന്നാ? അറേബ്യ തൊട്ട് സ്പെയിന് വരെയും അറേബ്യ തൊട്ട് ഇന്ത്യ വരെയും. എന്തിനാ? ഇതെല്ലാം ചരിത്രത്തിലിരിക്കുമ്പോഴേക്കും കണ്ണുമടച്ചുകൊണ്ട് ഇസ്ലാമിൽ ആരും പിന്നെ ബലമായിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് അത് എവിടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. We need to be a little more open to history. 70 കൊല്ലം മുമ്പ് അഫ്ഗാനിസ്ഥാനിലും 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് സുഹൃത്ത് പറയുന്നത്. ഇവിടെയും സുഹൃത്തിന് ഗുരുതരമായ തെറ്റുകൾ പറ്റുന്നു. 81 യുദ്ധങ്ങളാണ് ആദ്യ നൂറ്റാണ്ടിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായത്. ഔദാര്യത്തിന് 5 യുദ്ധം കുറക്കേണ്ട ആവശ്യമില്ല. അതിലൊരു കുഴപ്പം മുസ്ലിങ്ങൾക്കില്ല. എന്താന്ന് വെച്ചാൽ യുദ്ധം എന്തിനു നടന്നു എന്ന് വെച്ചാൽ, യുദ്ധത്തിലൂടെ മതപ്രബോധനമായിരുന്നുവോ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ, ആരെയെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഇസ്ലാമിൻ്റെ അടുത്ത് കൃത്യമായ ഉത്തരവുണ്ട്. യുദ്ധത്തിലൂടെ മതം മാറ്റമായിരുന്നുവെങ്കിൽ കുരിശു യുദ്ധങ്ങൾ മതം മാറ്റത്തിന് തന്നെയായിരിക്കണം നടന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ക്രൈസ്തവ റോം നടത്തിയതുപോലെയുള്ള, അഥവാ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം റോമ സാമ്രാജ്യം നടത്തിയതുപോലെയുള്ള ക്രൂരമായ അധിനിവേശ പരിശ്രമങ്ങൾ ലോകത്ത് മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന സംശയപാട്. അതിന് പോപ്പുമാർ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. പോപ്പിനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോപ്പിനെ അംഗീകരിക്കാത്ത ഏർപ്പാട് തുടങ്ങിയത് അടുത്ത കാലത്താണ്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റിസം വന്നത് അടുത്ത കാലത്താന്ന് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മതപ്രബോധനവുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വളരെ കൃത്യമായ ഉത്തരം പറയും, ഇല്ല എന്ന്. ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ മതവുമായി ബന്ധപ്പെടുത്താൻ ഞാൻ ഒരുക്കല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞതുപോലെ സ്പെയിനിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും എല്ലാം മുസ്ലിം പടയാളികൾ പോയിട്ടുണ്ട്. അതാരെയും നിർബന്ധിച്ച് മതം മാറ്റാനല്ല, മറിച്ച് ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം, നിങ്ങളത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ചരിത്രകാരന്മാരുടെ രചനകളെടുത്ത് പരിശോധിക്കുക. മുസ്ലിം ചരിത്രകാരന്മാരുടേതല്ല. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ച ഒരു സാക്ഷാൽ സത്യക്രിസ്ത്യാനി സർ തോമസ് ആർണോൾഡ് എഴുതിയ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം മാത്രം ഒന്ന് വായിച്ചു നോക്കുക. അദ്ദേഹം സത്യസന്ധമായി വിഷയത്തെ പഠിക്കാൻ ശ്രമിച്ച ഒരു ക്രൈസ്തവനാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് നിർദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം അവൈലബിൾ ആണ് ബുക്ക് സ്റ്റാളുകളിൽ. പരിശോധിച്ചു നോക്കുക. ഇസ്ലാം എന്തിനു വേണ്ടിയാ യുദ്ധം ചെയ്തത്? ഇസ്ലാം യുദ്ധം ചെയ്ത സ്ഥലങ്ങളിൽ അവിടെ മതന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മത വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? മത കക്ഷികൾ ഉണ്ടായിരുന്നില്ലേ? ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് തൊട്ടു ശേഷം നിലവിൽ വന്ന ഈജിപ്തിൽ ഇന്ന് 700-ലധികം ക്രൈസ്തവ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. 700-ലധികം ക്രൈസ്തവ സംഘടനകൾ എങ്ങനെയുണ്ടായി? 14 നൂറ്റാണ്ട് കൊന്നും കൊലവിളിച്ചും അടിച്ചമർത്തിയും പ്രയാസപ്പെടുത്തിയും മതപരിവർത്തനത്തിന് അവരെ പരിശ്രമിച്ചിട്ടും അവിടെ ആരും മതപരിവർത്തനം നടത്തിയില്ല എന്നാണോ? ഇന്ത്യയിലേക്ക് മുസ്ലിം ചക്രവർത്തിമാർ വന്നിട്ടുണ്ട്, ശരിയാണ്. അത് രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വന്ന് ഇന്ത്യയിൽ 1000 കൊല്ലം മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. 1000-ഓളം കൊല്ലം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ കൊന്നും കൊലവിളിച്ചും നിർബന്ധിച്ചും ആരെയെങ്കിലും മതപരിവർത്തനം നടത്തുവാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ
വേണ്ട. ഇന്ന് മിഷനറിമാർ ചെയ്യുന്നത് പോലെ പൊടി കൊടുത്ത് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആദിവാസികളായ ഒരുപാട് ആളുകളെ പിടിച്ച് ഇസ്ലാമിലേക്ക് ആക്കാൻ കഴിയുമായിരുന്നു. മുസ്ലിങ്ങൾ പക്ഷേ ഇപ്പോഴും ന്യൂനപക്ഷമാണ്, ഇന്ത്യ രാജ്യത്തിൽ ന്യൂനപക്ഷമാണ് എന്നത് സത്യം അല്ലേ? വസ്തുത അതല്ലേ? എന്തുകൊണ്ട്? ഇസ്ലാം യുദ്ധം നടത്തിയിട്ടുണ്ട്, മുസ്ലിങ്ങൾ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഒരാളെയും മതപരമായി നിർബന്ധിച്ച് മാറ്റിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസിദ്ധമായ സംഭവം ഞാൻ എൻ്റെ ബഹുമാന്യ സുഹൃത്തിന്റെ അറിവിന് വേണ്ടി ഉദ്ധരിക്കട്ടെ. ഇത് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആർണോൾഡിന്റെ പുസ്തകം മാത്രമല്ല, ചരിത്രകാരന്മാർ, ക്രൈസ്തവ ചരിത്രകാരന്മാർ, കണ്ണടച്ച ക്രൈസ്ത്യൻ മിഷനറിമാരോടിച്ച് ഉള്ള ആളുകളുടെ ക്രൈസ്തവ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. എന്താ? ജെറൂസലേം പിടിച്ചടക്കിയ സമയം, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ ജെറൂസലേം പട്ടണം വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ക്രൈസ്തവ മേലധികാരി പാത്രിയാർക്കീസ് ഉമറിന്റെ നമസ്കാരത്തിന്റെ സമയമായപ്പോ, ഇതാ ഞങ്ങളുടെ ദേവാലയത്തിന്റെ സൈഡിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹമായിട്ടുള്ള സംസാരത്തിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അവിടെ നിന്ന് നമസ്കരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ പിൻഗാമികൾ ചിലപ്പോൾ ഈ കാരണം കൊണ്ട് ഉമർ നമസ്കരിച്ചു, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ നമസ്കരിച്ചു എന്ന കാരണം കൊണ്ട് ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന അവസ്ഥയുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നമസ്കരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. യുദ്ധം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ വികാസത്തിന് വേണ്ടിയുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്ര സംവിധാനത്തിന്റെ വികാസം എന്നത് ഒരു ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴതും ഗോത്രാധിപത്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്ര സംവിധാനത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചരിത്രത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. 14 നൂറ്റാണ്ട് മുമ്പത്തെ ലോക രാഷ്ട്ര ഘടന പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കണം. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അവിടെ എവിടെയും സ്വന്തം ഇച്ഛയോടുകൂടിയല്ലാതെ, സ്വന്തം ആഗ്രഹത്തോടു കൂടിയല്ലാതെ, സ്വന്തം താല്പര്യത്തോടു കൂടിയല്ലാതെ ഒരാളെയും മതപരിവർത്തനം നടത്തിയതിന് ഒരു തെളിവും കാണാൻ സാധ്യമല്ല. അഫ്ഗാനിസ്ഥാനിലെ സംഭവം എനിക്കറിയില്ല. അത് സുഹൃത്ത് അവിടെ നിന്ന് എടുത്ത് ഉദ്ധരിച്ചതാണ് എന്ന് കൃത്യമായി സൂചിപ്പിച്ചാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മീഡിയകൾ നൽകുന്ന കേവലമായ അറിവിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്കതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. എന്തുകൊണ്ടെന്നാൽ മീഡിയകൾ ലോകവ്യാപകമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. മിഷനറിമാരുടെ കയ്യിലും ജൂതന്മാരുടെ കയ്യിലുമാണ് മീഡിയകളുടെ നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ശരി. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അത് ഇസ്ലാമിൽ തെളിവാകില്ല. അതുകൂടി മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ അക്ബർ എന്ന ഒരാൾ എൻ്റെ കീഴിൽ ഉള്ള ഒരാളെ നിർബന്ധിച്ചു മതപരിവർത്തനം ചെയ്തു എന്ന് വിചാരിക്കുക, ശ്രമിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ പറയില്ല അത് ഇസ്ലാമിലെ തെളിവാണ് എന്ന്, ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന്. അതെന്റെ വ്യക്തിപരമായ ദൂഷ്യം എന്നേ പറയാൻ കഴിയൂ. അതല്ല, ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാകണമെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഭാഗമായി അത് മാറണം. ആ പ്രമാണങ്ങളുടെ ഭാഗമായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്.